നമസ്കാരം, ഞാൻ ടീന. ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി വടകാപ്പുളി നാരങ്ങ അച്ചാറാണ്. ബിഗ് ലെമൺ അച്ചാറാണ്. ഇത് കേടുകൂടാതെ ഇരിക്കുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 3-4 പച്ചമുളകും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 2ആയിട്ട് കട്ട് ചെയ്ത് ഇടാം, അല്ലാതെ ഇടുന്ന ടേസ്റ്റ് കഴിക്കാൻ. ഇനി ഇതെങ്ങനെ ലോ ഫ്ലെയിമിൽ എണ്ണ ഒന്ന് ചൂടാക്കുക. കടുകെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കാം. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി പച്ചവളവും ഒരുപാടൊന്നും ബ്രൗൺ കളർ ആകണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടൊന്ന് കുറച്ച് ആറിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കായപ്പൊടി ചേർത്തിട്ടുണ്ട്, ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ. ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ നാരങ്ങയ്ക്ക് കയ്പുണ്ടാവില്ല. ഈ ഒരു രീതിയിൽ വെള്ളത്തിന്റെ അംശമൊന്നുമില്ലാതെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. കയ്പൊന്നും ഉണ്ടാകത്തില്ല. നല്ല ടേസ്റ്റ് ആണ്. റൈസിന്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇതാണ് വടകാപ്പുളി അച്ചാർ. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. കയ്പൊന്നും ഉണ്ടാകത്തില്ല. കുറച്ച് ദിവസം ഉപയോഗിക്കാനും പറ്റും. ഇത് കേടാകത്തില്ല. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. ബൈ ടീന.